Hi students, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അതൊരു അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള കൺസെപ്റ്റുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തുടർന്നും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആ ഒരു ടേം തന്നെ ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ ഓണേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണും. ഇതിന് നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ പറയും. വേറൊരു പേരിൽ നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, ബിസിനസ്സും അതുപോലെ തന്നെ ബിസിനസിന്റെ ഓണേഴ്സും രണ്ടാണ് എന്നുള്ള ഒരു തത്വമാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. ബിസിനസ്സും അതിന്റെ ഓണേഴ്സും രണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ഡീറ്റെയിൽ വേർഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിൽ ഓൾറെഡി ഈ ഒരു ഫസ്റ്റ് ലൈനിൽ പറയുന്നത് ബിസിനസ്സും അതിന്റെ ഓണേഴ്സും സെപ്പറേറ്റ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ when a person brings in some money as capital into his business, in accounting records it is treated as liability of the business to the owners. അതായത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു ഓണർ, ആ ഒരു ബിസിനസിന്റെ മുതലാളി എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ അസറ്റോ ഒക്കെ ആയിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ക്യാഷ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, അത് എന്തിന്റെ ബേസിലാണ് നമ്മൾ കാണിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്? ശരിക്കും നോക്കുമ്പോൾ ആ ഒരു ബിസിനസ് അയാളുടെ തന്നെയാണ്. പിന്നെ അയാൾക്ക് അത് കൊടുക്കാനുള്ള ബാധ്യത ആയിട്ട് കാണിക്കേണ്ട ആവശ്യം എന്താ? അതാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഫോളോ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഫോളോ ചെയ്തുകൊണ്ടാണ് എല്ലാ ബിസിനസ്സുകളും നിലനിന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് ആയിട്ട് കൊണ്ടുവരിക, അസറ്റ് ആയിട്ട് കൊണ്ടുവരികയൊക്കെ ആണെങ്കിൽ, ഒരു ഓണർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്നതാണ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ആണ് നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, റെക്കോർഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഓണർ തന്നെ എന്തെങ്കിലും എമൗണ്ട് കൊണ്ടുവന്നാൽ എങ്ങനെയാ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ ബിസിനസ് അവരുടെ ആവശ്യത്തിന് എന്തെങ്കിലും കൊണ്ടുപോവാണെങ്കിലോ, ഇപ്പൊ അസറ്റ് തന്നെ, ഇപ്പൊ അവര് ബിസിനസ് തുടങ്ങിയ സമയത്ത് 2-3 ചെയർസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കരുതാം. അപ്പൊ അവർക്ക് ചെയർ വീട്ടിലേക്ക് ആവശ്യം വന്ന് അത് വീണ്ടും അവർ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഓൾറെഡി നമ്മൾ ലയബിലിറ്റി കാണിച്ചിട്ടുണ്ടാവും, അതിന്ന് എന്ത് ചെയ്യും? അത് കുറക്കും. അതും നമ്മൾ ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് ചെയ്യുക. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ബാധ്യതയായിട്ട്, ഒരു ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അതുപോലെ തന്നെ അവർ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ, അവരുടെ ആവശ്യത്തിന്, അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്താവും? ഒരു ഡ്രോയിങ്സ് ആയിട്ട് പിൻവലിക്കുന്നതായിട്ട് നമ്മൾ ലയബിലിറ്റി സൈഡിൽ തന്നെ അവരെത്രയാണോ അവർക്ക് ലയബിലിറ്റി കൊടുക്കാനുള്ളത് അത് നമ്മൾ കുറച്ചിട്ട് കാണിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഡ്രോയിങ്സും അതുപോലെ ക്യാപിറ്റലും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഡ്രോയിങ്സും അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും അത് ബിസിനസ് യൂണിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് നമ്മളത് റെക്കോർഡ് ചെയ്യാറുള്ളത്. ഒരിക്കലും ഓണറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടല്ല ചെയ്യാറ്. അതായത് ബിസിനസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിന്റെ മുതലാളിയുടെ അഭിപ്രായം അല്ലെങ്കിൽ മുതലാളിയുടെ ഒരു ഭാഗത്ത് നിന്നിട്ടല്ല നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക്
അപ്പൊ ഈ ഒരു ഓണേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു മുതലാളിക്ക് സ്വന്തമായിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും അസറ്റുകളോ അതായത് ആസ്തികളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബാധ്യതകളോ ലയബിലിറ്റീസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചെയ്യില്ല. കാരണം എന്താ, അത് അയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ആസ്തികളും അതുപോലെ തന്നെ ബാധ്യതകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അതൊന്നും ബിസിനസ്സുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് അത് നമ്മൾ ഇവിടെ ബിസിനസ്സിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലൊന്നും കാണിക്കൂല. അതൊക്കെ ചെയ്യുന്നത് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമിന് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കാൻ പറ്റും. ഒന്ന്, ക്യാപിറ്റൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഡ്രോയിങ്സ് എന്തെങ്കിലും ക്യാഷ് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ അസറ്റുകളൊക്കെ പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അതുപോലെ തന്നെ പേഴ്സണൽ അസറ്റുകൾ ലയബിലിറ്റീസ് ഒന്നും നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യില്ല. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണെന്ന് ചോദിച്ചാൽ അതും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ, അപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സും അതിന്റെ ഓണേഴ്സും ബിസിനസ്സും അതിന്റെ മുതലാളിയും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്, രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ കണക്കാക്കുക എന്നുള്ളതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.